عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫ് കരുതി ജുമുഅക്ക് വേണ്ടി നാം സമ്മേളിച്ചത് റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ പടച്ച റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പ്രവാചകനായി നിയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായിട്ട് ആ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുക വഴി സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമാണ് വർഷിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാനും കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള മനോഹരമായ നാളുകളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് ദീൻ തന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമർപ്പിച്ച ദീൻ ഒരുപാട് കുറേ നിയമങ്ങളുടെ ഭാരങ്ങളായിരുന്നില്ല. കാട് കയറിയ സന്യാസമോ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന, അടക്കി ഭരിക്കുന്ന പൗരോഹിത്യമോ അല്ല. മനുഷ്യൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന വളരെ സരളവും നിർമ്മലവും വളരെ പ്രയാസരഹിതവുമായ ആശയങ്ങളുമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നത്. അങ്ങനത്തെ ഒരു മതമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമർപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ സരളതയും അതിൻ്റെ നിർമ്മലതയും അതിൻ്റെ ആ ലാളിത്യവുമൊക്കെ നാം കൃത്യമായിട്ട് പഠിക്കണം. ഇന്ന് പുതിയ തലമുറ മതങ്ങളെ വെറുക്കാനുള്ള കാരണം, മതങ്ങൾ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കുറേ കെട്ടുകഥകളും കുറേ ഔപചാരികതകളും കുറേ പൂജാവിധികളും കർമ്മങ്ങളുമൊക്കെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ചില ആശയങ്ങളുടെ കൂട്ടായിട്ടാണ് പല ഇന്നത്തെ പുതിയ തലമുറക്ക് മതങ്ങളെ കാണുന്നത്. ഇസ്ലാമിൻ്റെ പേര് പറയിപ്പിക്കാനും കുറേ ആളുകൾ അങ്ങനെയുണ്ട്. ഇല്ലാത്ത കുറേ ജാടകളൊക്കെ കാണിച്ച് കുറേ വേഷഭൂഷാദികളൊക്കെ പ്രകടിപ്പിച്ച് ഇതാണ് മതമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യൻ്റെ മുമ്പിൽ തെറ്റായ ധാരണയുണ്ടാക്കാൻ നമ്മുടെ മതത്തിൽ ആളുകളും ശ്രമിക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച മതം അത് വളരെ ലളിതമാണ്, സിമ്പിളാണ്. അതിൻ്റെ സിംപ്ലിസിറ്റി നാം മനസ്സിലാക്കണം, നാം പഠിക്കേണ്ട ഒരു വിഷയമാണത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അനസ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമാണ്, നബിയുടെ ഏറ്റവും അടുത്ത അനുചരനാണ്. അനസ് റളിയല്ലാഹു തആല പറയുകയാണ്, ഞങ്ങൾ ബൈനമാ നഹ്നു ജുലൂസുൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ്, മദീന പള്ളിയിൽ ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുമ്പോൾ ദഖല റജുലുൻ അലാ ജമൽ, ഒരാളിങ്ങനെ ഒട്ടകപ്പുറത്ത് വന്നു. ഒരു അറാബി ബദു ആയിട്ടുള്ള മനുഷ്യനൊരു ഒട്ടകപ്പുറത്ത് വന്ന് ഫഅനാഖഹു ഫിൽ മസ്ജിദ്, അയാൾ ഈ ഒട്ടകത്തെ നേരെ പള്ളിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അകത്തേക്ക് ഒട്ടകത്തിനെ കയറ്റി കൊണ്ടുവന്നു. ഫഅനാഖഹു, ഒട്ടകത്തിന് അവിടെ കെട്ടിയിട്ട്, ഫഅഖലഹു, ഒരു തൂണിൽ ഒട്ടകത്തിനെ പള്ളിയുടെ അകത്ത് കെട്ടിയിട്ടു. ഇയാൾ ബദുക്കളെക്കുറിച്ച്, അറാബികളെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, ഒരു രീതി സംസ്കാരമൊക്കെ അങ്ങനെയാണ്. അതിന് ഔപചാരികതകളോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കുറവാണ്. കാരണം അവർ മനുഷ്യരുമായിട്ട് അടുത്ത് ഇടപഴകി സംസാരിക്കുന്ന ജീവിക്കുന്ന ആളുകളല്ല. അപ്പം നേരെ ഒട്ടകത്തിനെയും കൊണ്ട് പള്ളിനകത്ത് കയറി വന്നവിടെ കെട്ടിട്ടു. എന്നിട്ട് അയാളുടെ ചോദ്യം, അയ്യുക്കും മുഹമ്മദ്, പ്രൗഢഗംഭീരമായ വിധങ്ങളുടെ സദസ്സാണ്. അവിടെ ചോദിക്കുകയാണ്, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ മുഹമ്മദ് ആരാണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഹാദ റജുലുൽ അബിയദുൽ മുത്തഖി, ആ ചാരിയിരിക്കുന്ന വെളുത്ത ആ സുമുഖനായ മനുഷ്യൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കാൻ ആ രൂപമല്ലാതെ പ്രത്യേകമായിട്ട് ഇരിപ്പിടമോ ഭാവഹാവാദികളോ പ്രത്യേക ഉടയാടുകളോ പ്രത്യേകമായ സ്റ്റേജോ ഈ ഇരിപ്പിടമൊന്നും ഉള്ള റസൂലില്ല. സ്വഹാബത്തിനിടയിലോ സാധാരണക്കാരനായിട്ടിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു ബൈന ലഹ്റാനി അസ്ഹാബി, നബിയുടെ ശിഷ്യന്മാരുടെ കൂടെ സ്വഹാബത്തിൻ്റെ കൂടെ ആ ഇടയിൽ തന്നെ ഇരിക്കുക.
ഫയജീഉൽ ഗരീബ്, വിദേശികളൊക്കെ വന്നിട്ട് ആരാണ് നബി എന്ന് അവർക്കറിയില്ല. പരിചയമില്ലാത്ത ആളുകൾ വന്നാൽ നബിക്ക് അവർക്ക് ചോദിക്കണം ആരാണ് നബി എന്ന്. അങ്ങനെ സിമ്പിളായിരുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ലാളിത്യവും എളിമയും താഴ്മയൊക്കെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു അല്ലാഹുവിൻ്റെ ഹബീബ് നബി തങ്ങൾ. തന്നെ കാണുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം എന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറ്റില്ല നിരുത്സാഹപ്പെടുത്തി ചെയ്യരുതെന്നാണ് പറഞ്ഞത്. സ്വഹാബത്ത് പറയാറുണ്ട്, ഞങ്ങൾ നബിയെ കണ്ടപ്പോൾ ഒരിക്കൽ എഴുന്നേറ്റ് നിന്നു. എന്നാലും പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമു കമാ തഖൂമുൽ ആജിം, മറ്റു നാട്ടുകാരൊക്കെ ചെയ്യുന്നത് പോലെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് ഭവ്യത കാണിക്കുന്നത് പോലെ തന്നെ കാണുമ്പോൾ ചെയ്യേണ്ട. ലളിതം, ലാളിത്യവും എളിമയും താഴ്മയും. പക്ഷെ നല്ല പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെസ്പെക്ട് ചെയ്യാനും കൽപ്പിച്ചു. റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളെ കാണുമ്പോൾ എഴുന്നേൽക്കണം. നിബിധങ്ങൾ അങ്ങനെ ചെയ്തു, എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കണ്ട. പക്ഷേ സഅദ് ബിൻ മുആദ് എന്ന മദീനയിലെ പ്രമുഖനായ സ്വഹാബി, ഗോത്രത്തലവനാണ്. അദ്ദേഹം വരുമ്പോൾ സ്വഹാബിക്കും നേതാവ് വരുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ജീവിതത്തിൽ വളരെ താഴ്മയോടുകൂടി ജീവിച്ചു. ഒരു സദസ്സിലെത്തിയാൽ നിബിധങ്ങൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ നിബിധങ്ങൾ ഹദീസിൻ്റെ മജാലിസു എന്നാണ്. ആ സദസ്സിൽ എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് അവിടെ പോയിട്ടിരിക്കും. അതല്ലാതെ നബിയെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വഴിയൊരുക്കി നിബിധങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇരിപ്പിടം അങ്ങനൊന്നുമില്ല. യാത്ര പോകുമ്പോൾ ഏറ്റവും പിറകിലായിരിക്കും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നേതാവിൻ്റെ ജാടയില്ലാതെ നെഞ്ചു വിരിച്ച് മുമ്പിൽ നടക്കുന്ന നേതാക്കന്മാരെ പോലെയല്ല, മന്ത്രിമാരെ പോലെയല്ല. അല്ലാഹുവിൻ്റെ പ്രവാചകൻ യാത്രാ സംഘത്തിലെ ഏറ്റവും പിന്നിലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഈ ആൾ വന്ന് അല്ലാഹു റസൂൽ ആരാണ് മുഹമ്മദ്, അങ്ങനെ കാട്ടിക്കൊടുത്തു ഇയാളാണ് എന്ന് പറഞ്ഞു. അയാളൊരു ചോദ്യം മഹാനായ പ്രവാചകനോട്, യാ മുഹമ്മദ്, വിളിക്കണം യാ മുഹമ്മദ് എന്നാ. സഹാബത്തൊക്കെ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാ, സ്നേഹത്തോടെ വിളിക്കുമ്പോൾ യാ മുഹമ്മദ്, എടാ മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഖദ് അജബ്തുക്, എന്തേന്ന് ചോദിച്ചു. ഖദ് അജബ്തുക്, ഞാൻ കേട്ടു, പറയൂ എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഇന്നി സായിലുക് ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറച്ച് ഗൗരവമുള്ള ചോദ്യങ്ങളാണ്, ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽ അമ്മാ ബദാലിക്. അയാൾ പറയുന്നുണ്ട്, ഫലാ തജിദ് അലാ നഫ്സിക ഫലാ തജിദ് അലയ്യ ഫി നഫ്സിക, എന്നോട് വെറുപ്പം തോന്നരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. ഫലാ തജിദ് അലയ്യ ഫി നഫ്സിക, മനസ്സിലൊന്നും തോന്നരുത്, കുറച്ച് ഗൗരവമുള്ള ചോദ്യം, സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പോണത് പറഞ്ഞു. സൽ അമ്മാ ബദാലിക്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബലക്, നിന്റെ നാഥനെയും മുമ്പുള്ള മനുഷ്യരുടെ നാഥനെയും മുന്നത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു മുഹമ്മദേ, അല്ലാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, അല്ലാഹുവാണോ ഈ മനുഷ്യരിലേക്ക് മുഴുവനും നിന്നെ പ്രവാചകനായിട്ട് അയച്ചത്? റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹുവാണ് എന്നെ ദേവദൂതനായിട്ട് നിയോഗിച്ചത്. വീണ്ടും അയാളെ ചോദ്യം, അസ്അലുക അൻഷുദുക ബില്ലാഹി അല്ലാഹു അമറക അൻ നുസല്ലിയ സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹുവാണോ നിന്നോട് കൽപ്പിച്ചത്? എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ. ഇങ്ങനെ ചോദിക്കുന്നതായ ഓരോ ചോദ്യങ്ങളും, അല്ലാഹു അമറക അൻ നസൂമ ഹാദ ശഹ്റ മിനസ് സന, വർഷത്തിൽ ഒരു മാസം നോമ്പനുഷ്ഠിക്കാൻ ആ പ്രവാചകനോട് പഠിപ്പിച്ചത്. എൻ്റെ നാട്ടിൽ നിന്റെ ദൂതൻ വന്നു, നിന്റെ മെസ്സഞ്ചർ വന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നു, അത് നിന്നെ പറഞ്ഞു വിട്ട അല്ലാഹു എന്ന് പറയുന്ന ശക്തി മുമ്പൊക്കെ കഴിഞ്ഞു പോയ മനുഷ്യരൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണോ എന്ന് ചോദിക്കുകയാണ്. സക്കാത്തിനെ പറ്റി ചോദിച്ചു, അങ്ങനെയെല്ലാം ചോദിച്ചു ഇയാൾ. പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ എന്ന് പറഞ്ഞു. ഈ സമയത്തെ അയാളെ പരിചയപ്പെടുത്തി, ആമൻതു ബിമാ ജിഇത ബിഹി, എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. അന റസൂലു മൻ വറാഇ മിൻ ഖൗമി, ഞാൻ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന, ഗോത്രത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്നതാണ് ഞാൻ. വാന ഇമാം ഇബ്നു സഅലബ, എൻ്റെ പേര് ഇമാം എന്നാണ്, ഇമാം ഇബ്നു സഅലബയാണ് ഞാൻ. അഖൂ ബനി സഅദ് ബിൻ ബക്കീർ എന്ന് പറയുന്ന ഗോത്രത്തിലെ ആളാണ് ഞാൻ. സഅദ് ബിൻ ബക്കീർ അല്ലാഹുവിൻ്റെ റസൂൽ അപരിചിതരല്ല. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയത് സഅദ് ബിൻ ബക്കറിലാണ്. നബി തങ്ങൾക്ക് മുലപ്പാൽ കൊടുത്ത ഹലീമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബമാണ്, ആ ഗോത്രമാണ് സഅദ് ബിൻ ബക്കർ. ആ ഗോത്രത്തിലെ ഒരു ആളാണ്, പ്രമുഖനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് അയാൾ പോകുമ്പോൾ ഇറങ്ങിപ്പോവാണ്. അയാൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോകുമ്പോൾ അയാൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. അയാൾ പറയാണ്, മുഹമ്മദേ വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായിട്ട് അങ്ങയെ നിയോഗിച്ച അല്ലാഹുവാണേ സത്യം. ലാ അദ്അഉ മിൻഹുന്ന ഷൈഅൻ വലാ ഉജാവിസുഹുന്ന, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, 5 നേരത്തെ നിസ്കാരം,
വർഷത്തിലൊരു നോമ്പ്, പണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക, ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇതല്ലാതെ ഇതിനപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല, ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇത്ര ചെയ്യാൻ എനിക്കാവുള്ളൂ, കൂടുതലൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. ഇയാളത് പറഞ്ഞു പോകുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇൻ സ്വദഖൽ അറാബി ദഖൽ ജന്ന. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഈ പോയ അറാബി പറഞ്ഞത് സത്യമാണെങ്കിൽ ദഖൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന്. എത്ര സിമ്പിളായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുത്തത്. ഇത്രയേ ഉള്ളൂ ഇസ്ലാം. ഒരുപാട് ഉപചാരങ്ങളുടെ, ഒരുപാട് ആചാരങ്ങളുടെ, ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങളുടെ, ഒരുപാട് ദിക്റുകളുടെ ഒരു സാകല്യമൊന്നുമല്ല. ഇത്ര സിമ്പിളായിട്ടും ഇസ്ലാമിനെ മനസ്സിലാക്കാമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഈ സ്വഹാബിയെ. സമാനമായ മറ്റു സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ സ്വഹാബി ഇതുപോലെ ഒന്ന് ചോദിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും എന്തൊക്കെയെന്ന് ചോദിച്ചു. നിങ്ങൾ നിർബന്ധമായ നിസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇതേ ചെയ്യും, ഇതിനപ്പുറം ചെയ്യൂലാന്ന്, സുന്നത്തൊന്നും ചെയ്യൂലാന്ന് പറഞ്ഞിട്ട് പോവാണ് ഇയാൾ പോകുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു മാത്രം സ്വഹാബിയോട് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫല്യൻദുർ ഇലാ ഹാദാ. സ്വർഗ്ഗനിവാസിയെ കാണണമെങ്കിൽ നോക്കിക്കോളൂ എന്ന്. അയാൾ പറയണത്, ഞാൻ നിർബന്ധമായ കാര്യമേ ചെയ്യൂ, സുന്നത്തുകളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് പോകുന്ന മനുഷ്യനോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പറ്റി സ്വഹാബത്തിനോട് പറയാണ്, സ്വർഗത്തിൽ താമസിക്കുന്ന, നാളെ സ്വർഗം ലഭിക്കാൻ പോകുന്ന മനുഷ്യനെ കാണണമെങ്കിൽ ഇയാളെ കണ്ടോളൂ എന്ന്. അഥവാ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്, ലളിതമാണ്, ആയാസരഹിതമാണ്. ഇസ്ലാമിൻ്റെ മനോഹരമായ സന്ദേശം എന്ന വലിയ പാഠമാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തിൽ സമർപ്പിച്ചത്. ആ നബിയാണ് സഹോദരന്മാരെ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള മനോഹരമായ പ്രകൃതിദത്തമായ മതമാണ് ഇസ്ലാം. എത്ര ലളിതമായിട്ടാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. അവിടെ സന്യാസമില്ല, പൗരോഹിത്യമില്ല, പ്രാർത്ഥിക്കാൻ ബിംബങ്ങളുടെ ആവശ്യമില്ല, ഇടയാളന്മാർ ആവശ്യമില്ല, മാധ്യമങ്ങളുടെ ആവശ്യമില്ല, ഒരുപാട് ഔപചാരികതകളില്ല, ഒരുപാട് ചടങ്ങുകളില്ല, ഒരുപാട് പൂജാവിധികളും കർമ്മങ്ങളുമില്ല. വളരെ നിർമ്മലവും പ്രകൃതിപരവും ലളിതവുമായ രാഷ്ട്രീയമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ വിശ്വാസങ്ങളൊക്കെ, ആചാരങ്ങളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ സങ്കീർണമാക്കി എന്നുള്ള നമ്മളെ കുഴപ്പക്കാർ. നിക്കാഹ് എത്ര ലളിതമാണ്, വിവാഹം എത്ര ലളിതമാണ്. ഒരു പെണ്ണിൻ്റെ ഉപ്പ തൻ്റെ മകളുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്ന വരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഇതാ സവ്വജിത്തൊക്കെ പങ്കാളിക്കൊന്നും പറയണ്ട, മലയാളത്തിൽ ഞാൻ എൻ്റെ മകളെ ഇന്നവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു, 2 സാക്ഷികൾ വേണമെന്നേ ഉള്ളൂ, ആ സാക്ഷികൾ മുഖേന ഞാൻ എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറയുന്നു. അയാൾ ഞാനത് സ്വീകരിച്ചു, ബസ് അത്രയേ ഉള്ളൂ. പള്ളിയുടെ ആവശ്യമില്ല, ഉസ്താദിൻ്റെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമില്ല. ഒരു പിതാവ് തൻ്റെ മകളെ ഞാൻ നിനക്ക് ഇതാ കല്യാണം കഴിച്ചു തരുന്നു പറയുന്നു, അയാൾ സ്വീകരിക്കും എന്ന് പറയുന്നതോടുകൂടി ഒരു ബന്ധം രൂപപ്പെടുകയാണ്, മനോഹരമായൊരു ദാമ്പത്യ ജീവിതം രൂപപ്പെടുകയാണ്. അത് ഇസ്ലാമിൻ്റെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്, ലളിതമാണ്. പക്ഷെ നമ്മളതിനെ സങ്കീർണമാക്കി. വിവാഹം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വളരെ സങ്കീർണവും ദുസ്സഹവുമാക്കി. ഒരുപാട് ചടങ്ങുകളുടെ, ഒരുപാട് മാമൂലുകളുടെ, ഒരുപാട് പണച്ചെലവിൻ്റെ, ആർഭാടത്തിൻ്റെ, ധൂർത്തിൻ്റെ ആവാസ കേന്ദ്രമാക്കി നാം നമ്മുടെ വിവാഹങ്ങളെയും മറ്റുമൊക്കെ മാറ്റി എന്നുള്ളതാണ് സത്യം. മരണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാം നാം സങ്കീർണമാക്കി എന്നുള്ളതാണ് വിഷയം. നിസ്കാരം ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. ഫർള് നിസ്കാരം ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. അതിൽ തന്നെ എന്തെല്ലാം ഇളവുകളുണ്ട്. യാത്രക്കാർക്ക് ഇളവുകളുണ്ട്, രോഗികൾക്ക് ഇളവുകളുണ്ട്, നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇളവുണ്ട്, വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇളവുണ്ട്, എല്ലാറ്റിനും ഇളവുണ്ട്. എല്ലാം ലളിതമാണ്. ഇമാമിന് തോന്നിയ പോലെ നിസ്കരിക്കാനും പറ്റില്ല, വലിയ സൂറത്തൊന്നും ഓതാൻ പറ്റൂല പഠിപ്പിച്ചൊരു മതം. സിമ്പിളാണ്, ലളിതമാണ്. മുആദ് എന്ന സ്വഹാബി പ്രമുഖനായ സ്വഹാബിയാണ്. ദീർഘനേരം ഖുർആൻ ഓതിക്കൊണ്ട് ഇമാമ് നിന്നു, വലിയ സൂറത്ത് ഓതി ദീർഘനേരം. ഒരാൾ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു അല്ലാഹുവിൻ്റെ പ്രവാചകനോട്. മുആദിനെ അല്ലാഹുവിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ശാസിക്കുന്ന രീതി നാം പഠിക്കണം സഹോദരന്മാർ. അഫത്താനുൻ അൻത യാ മുആദ് എന്ന് 3 വട്ടം ചോദിച്ചു. അഫത്താനുൻ അൻത യാ മുആദ്. അവിടെ മുആദ് നീ കുഴപ്പക്കാരനാണോ, കുഴപ്പമുണ്ടാക്കുകയാണോ? നിസ്കാരം കുറച്ച് നീട്ടിയത് കുഴപ്പമുണ്ടാക്കുന്ന പ്രവർത്തനമായിട്ട് കാണുന്ന ലോകത്തിൻ്റെ ഗുരുവാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം മുആദിനെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഉപദേശിച്ചു, ഒരു അഡ്വൈസ് കൊടുത്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യക്കും അമ്മന്നാസ് ഫൽയുഖഫിഫ്. നിങ്ങൾ ആര് ഇമാമ് നിൽക്കുകയാണെങ്കിലും നിസ്കാരം ചുരുക്കണം, ചെറുതാക്കണം. കാരണം ഫഇന്ന ഫീഹി മുസ്തഗീർ വൽ കബീർ വൽ ലഈഫ് വൽ ഹാജ. ആ പിറകിൽ നിസ്കരിക്കുന്നവരിൽ ചെറിയ കുട്ടികളുണ്ടാകും, വയോവൃദ്ധരുണ്ടാകും, രോഗികളുണ്ടാകും. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകേണ്ട പല ആവശ്യങ്ങൾക്കും വേണ്ടി പോകേണ്ട ആളുകളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വലിയ സൂറത്ത് ഓതിക്കൊണ്ട് ആളുകളെ നിങ്ങൾ പ്രതിഭയും കഴിവും തെളിയിക്കാൻ ഇടമല്ല ഇമാമ് നിൽക്കൽ. അതൊരു പ്രയാസപ്പെടുത്തരുത് എന്ന്
മഹാനായ പ്രവാചകൻ സുഹാസമാത്തങ്ങൾ മുആദിനെ ഉപദേശിക്കുകയാണ്. ഇങ്ങനെ ലളിതസുന്ദരമായിട്ട് മതത്തിനെ അവതരിപ്പിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുള്ളതാണ് ലോകത്തെ മറ്റ് മത നേതാക്കന്മാരിലൊക്കെ നബിയെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരാളൊന്ന് ചോദിക്കുന്ന ചോദ്യം, ഈമാൻ, എന്താ ഈമാൻ? വളരെ സങ്കീർണമല്ല ഈമാൻ. മുഅ്മിൻ ആരാൻ? വളരെ വളരെ പ്രയാസപ്പെട്ട സംഗതി എന്നല്ല. അള്ളാഹു റസൂൽ ചുരുക്കി പറഞ്ഞത് ഈമാൻ്റെ ലക്ഷണം എന്താണ്? ഇദാ സർറത്തുക ഹസനത്തുക വസാഅത്തുക സയ്യത്തുക. നീ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നിന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നുവെങ്കിൽ, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണ്. എത്ര സിമ്പിളാണ്. നിന്റെ ഈമാൻ്റെ അടയാളം മനസ്സിലാക്കണമെങ്കിൽ ഒരു സൽക്കർമ്മം നീ ചെയ്യുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നു, ഒരു തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്നു, മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നുവെങ്കിൽ നിനക്ക് ഈമാനുണ്ട്, നീ മുഅ്മിനാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇയാൾ വീണ്ടും ചോദിച്ചു, ഫമൽ ഇസ്മ, എന്താണ് ഈ കുറ്റം, എന്താ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താ നബി? അല്ലാഹു റസൂൽ തങ്ങൾ വളരെ സിമ്പിളാക്കുന്ന ഡെഫിനിഷൻ, നിർവചനം പറഞ്ഞു കൊടുത്തു. ഇദാ ഹാക ഫീ നഫ്സിക ഷൈഉൻ ഫദഅഹു. നിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കാൻ തോന്നുന്നൊരു സംഗതി ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറ്റകൃത്യമാണ്. നിനക്കത് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, ആൾക്കാരുടെ മുമ്പിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം അത് മോശമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വളരെ ലളിതവും മനോഹരവുമായിട്ട് കാര്യങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. വിശ്വാസമൊക്കെ അങ്ങനെ തന്നെയാണ്. മുആവിയ ഇബ്നു ഹക്കം എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അടിമ സ്ത്രീയെ അടിച്ചു. ആ പെണ്ണ് ആടിനെ വെക്കുന്ന സമയത്ത് ഒരു ചെന്നായ ആടിനെ പിടിച്ചതിൻ്റെ പേരിൽ അടിമകൾ എന്നൊക്കെ പറഞ്ഞ അക്കാലത്ത് മൃഗങ്ങളുടെ അവകാശങ്ങൾ പോലും ഇല്ലാത്തൊരു സമൂഹമാണ് അടിമകൾ. ഈ പെണ്ണിനെ പിടിച്ച് അടിച്ചു കളഞ്ഞു മഹാനായ മുആവിയ ഇബ്നു ഹക്കം. അവരൊക്കെ സ്വഹാബിമാരങ്ങ് മെല്ലെ മെല്ലെ ഇസ്ലാം മനസ്സിൽ കുടിയേറുന്നേ ഉള്ളൂ, അടിച്ചുപോയി. വല്ലാത്ത കുറ്റബോധമുണ്ടായി. നബിയോട് ഒന്ന് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ പെണ്ണിനെ, എൻ്റെ അടിമ സ്ത്രീയെ ഞാൻ അടിച്ചു പോയിട്ടുണ്ട്. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ മനുഷ്യനോട് ചെയ്ത് ശരിയായില്ല, അടിക്കാൻ പാടില്ല, അവർ മോശമാണ്, പാവപ്പെട്ട പെണ്ണുങ്ങളാണ്, തല്ലാൻ പാടില്ല. ഇയാൾക്ക് വല്ലാത്ത സങ്കടമായി. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകൻ അഫല ഒഴിച്ചിക്കുക, ഞാൻ അവളെ മോചിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത ഈ കുറ്റകൃത്യത്തിൻ്റെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ പെണ്ണ് സ്വതന്ത്രയാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. അള്ളാഹു റസൂൽ പറഞ്ഞു, ഈത്തിനീബി, അവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. മുഅ്മിനത്താണെങ്കിൽ നമുക്ക് സ്വതന്ത്രയാക്കാം. ഇവളെ കൊണ്ടുവന്നു. അവൾ മുഅ്മിനാണോ, അവൾ സത്യവിശ്വാസിനിയാണോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു റസൂൽ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്. അല്ലാഹു എന്ന് ചോദിച്ചു ഈ പെണ്ണിനോട്, അള്ളാഹു എവിടെയാണ്? ഒരുപാട് പഠിച്ച ആശയങ്ങളോ അല്ലെങ്കിൽ വലിയ തത്വസംഹിതകളൊന്നും അറിയാത്ത മരുഭൂമിയിൽ താമസിക്കുന്ന സ്വാതവായ അടിമപ്പെണ്ണിന് എന്തുത്തരം കൊടുക്കാനാണ്? അള്ളാഹിനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനൊന്നുമില്ല. അവൾ പറഞ്ഞു, ഫിസ്സമ, ആകാശത്തിലാണ് അള്ളാഹു എന്ന് പറഞ്ഞു. വീണ്ടും നബി ചോദിച്ചു, ഞാൻ ആരാണെന്ന് ചോദിച്ചു. ഈ പെണ്ണ് പറഞ്ഞു, അന്ത റസൂലുള്ളാഹ്, അങ്ങ് നബിയാണെന്ന് പറഞ്ഞു. അന്ത റസൂലുള്ളാഹ്, തങ്ങൾ നബിയാണ്, അള്ളാഹ് റസൂലാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയോട് പറഞ്ഞു, അഅ്തിഖാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിച്ചു, അവൾ മുഅ്മിനത്താണ്. അത്രയേ ഉള്ളൂ ഇസ്ലാം. ഇതാണ് വിശ്വാസം. അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുന്ന പെണ്ണാണ്. അവൾക്കതിൻ്റെ ഒരുപാട് അർത്ഥതലങ്ങളിലേക്കോ ആശയ വൈജാത്യങ്ങളിലേക്കൊന്നും പോകാൻ ആ പെണ്ണിനറിയില്ല. അള്ളാഹു ആകാശത്തിലാണെന്നും ഉപരിലോകത്താണെന്നും ഞാൻ അള്ളാഹ് റസൂലാണെന്ന് മനസ്സിലാക്കിയാൽ മതി, അവൾ മുഅ്മിനത്താണ്, അവളെ മോചിപ്പിക്കുമെന്ന് അള്ളാഹ് റസൂൽ പറയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയെല്ലാം അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ ലളിതമായിട്ടാണ് മതം പഠിപ്പിച്ചു കൊടുത്തത്. ഉപദേശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഹ്രസ്വമായിരുന്നു. ഒരുപാട് നീണ്ട പ്രസംഗം, റസൂലുള്ളാഹിന്റെ പ്രസംഗം ഒരുപാട് നീണ്ട പ്രസംഗങ്ങളായിരുന്നില്ല. ഫകാനത് സ്വലാത്തുഹു ഖസ്ദൻ വഖുത്ബത്തുഹു ഖസ്ദൻ, ഹദീസ് കാണാൻ കഴിയും. നബിയുടെ നിസ്കാരവും പ്രസംഗവും ഒക്കെ ഒരു മിതമായ രീതിയിലായിരുന്നു, ഹ്രസ്വമായിട്ടായിരുന്നു. ഒരുപാട് വാരി വലിച്ച് ആളുകളെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന പ്രസംഗമോ നിസ്കാരമായിരുന്നില്ല അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ എന്ന് സ്വഹാബത്തിനെ സ്മരിക്കുന്നു. ആ പ്രസംഗങ്ങളാവട്ടെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും നരകത്തിനെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും എന്നല്ല കുറേ പറഞ്ഞത്. അതൊക്കെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ സ്നേഹത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, അവൻ്റെ കാരുണ്യത്തിനെ പറ്റിയാണ് പറഞ്ഞത്, സ്വർഗത്തിൻ്റെ മനോഹാരിതകളെക്കുറിച്ചാണ് പറഞ്ഞത്. അതാ മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. യസ്സിറു വലാ തുഅസ്സിറു, ആളുകൾക്ക് എളുപ്പമുണ്ടാക്കൂ, പ്രയാസമുണ്ടാക്കരുത്. ബശ്ശിറു, ആളുകൾക്ക് സന്തോഷ വർത്തമാനങ്ങൾ അറിയിക്കൂ. വലാ തുനഫിറു, മനസ്സുകൾ വെറുപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്. ഇതാണ് അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ. നരകത്തിലേക്ക് അള്ളാഹു റസൂലിൻ്റെ ഒരു ഉപദേശം, അല്ലെങ്കിൽ പ്രസംഗം എങ്ങനെയാണ്? നരകത്തിലേക്ക് പോകുന്ന ഒരാൾ നാളെ മഹ്ശറിൽ നടക്കുന്നൊരു കാര്യം അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നരകത്തിലേക്ക് തീരുമാനം എടുക്കപ്പെട്ടൊരു വ്യക്തി, അയാളുടെ കർമ്മങ്ങൾ നോക്കുമ്പോൾ അയാൾ നരകത്തിലേക്ക് പോകേണ്ട ആളാണ്. അയാൾ നരകത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴി അയാളിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് അള്ളാഹിൻ്റെ ഭാഗത്തേക്ക്. അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുന്ന ഹദീസ് കാണാൻ കഴിയും. റുദ്ദൂഹു എന്ന് പറയും, അയാളെ കൊണ്ടുവരുന്ന മലക്കുകളോട്. നരകത്തിലേക്ക് പോകുന്നൊരു വ്യക്തി ഒരു പ്രതീക്ഷയോടുകൂടി പടച്ച റബ്ബിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മലക്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, റുദ്ദൂഹു, തിരിച്ചു കൊണ്ടുവരുക വ്യക്തി എന്ന് പറയുന്നു. ഇയാൾ തിരിച്ചു വന്നു. അള്ളാഹു ഈ മനുഷ്യനോട് ചോദിക്കും, മാ ഹമലക അലാ അൻ തഫത്ത, എന്താ തിരിഞ്ഞു നോക്കാനുള്ള കാരണം, ഇതിനങ്ങനെ അങ്ങോട്ട് പോണ വഴി നരകത്തേക്ക് പോകും എന്നാ തിരിഞ്ഞു നോക്കിയതെന്ന് ചോദിക്കും. ഇയാൾ പറയും, യാ റബ്ബി മാ കാന ദന്നി ബിക ഹകദാ, പടച്ചോനെ നിന്നെപ്പറ്റി ഞാൻ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. എൻ്റെ മലയാളം അങ്ങനെയാണ്, മാ കാന ദന്നി ബിക ഹകദാ, പടച്ചോനെ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. അള്ളാഹു ചോദിക്കും, മാ കാന ദന്നുക ബി, നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരുന്നത്? ഇയാൾ പറയും, കാന ദന്നി ബിക അൻ തഗ്ഫിറ ലി വലാ തുഅദ്ദിബനി, ഞാൻ സംഗതി കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, നീ എനിക്ക് പുറത്തു തരുമെന്നും എന്നെ ശിക്ഷിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ആണ് ഞാൻ പ്രതീക്ഷയോട് തിരിഞ്ഞു നോക്കിയത്. ഇത്രമാത്രം ഞാൻ വിട്ടുപോകുന്നു വിചാരിച്ചില്ല അള്ളാഹ് ഇയാൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയും, അള്ളാഹിൻ്റെ പ്രവാചകന്റെ ഉത്ബോധനമാണ്, നബിയുടെ സരോപദേശങ്ങളാണ്, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശിക്ഷിക്കുന്നവനല്ല, ദ്രോഹിക്കുന്നവനല്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്നവനല്ല, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴികൾ തേടി നടക്കുന്ന ഒരു പടച്ച റബ്ബനെയാണ് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു ആ മനുഷ്യനോട് പറയും, ഫഇന്നീ ഇൻദ ദന്നിക ബി, നീ എന്നെക്കുറിച്ച് എങ്ങനെ ധരിച്ചിരിക്കുന്നുവോ അതാണ് ഞാൻ. മലക്കൾക്ക് അള്ളാഹുവോട് പറയും, ഇത് ഹബൂ ബിഹിൽ ജന്ന, അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞ സഹോദരന്മാരെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മതം വളരെ മനോഹരമാണ്, ഒരുപാടൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അള്ളാഹു റസൂൽ പഠിപ്പിച്ച അത് ജീവിതത്തിൽ പകർത്തുക, ആളുകളെ വിഷമിപ്പിക്കാതിരിക്കുക, വിശ്വാസം ഏറ്റവും നിർമ്മലമാക്കുക. ഏത് നല്ലൊരു പൊതുസമൂഹത്തിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് കൂത്താമാത്തുകൾ നമ്മുടെ ചുറ്റും നടക്കും. പക്ഷേ നമ്മുടെ മതം എന്ത് പറയും നോക്കണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ നടക്കുന്ന കാലത്ത് എല്ലാറ്റിനും ന്യായീകരിക്കാൻ അമ്പാടും ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ മതം, നമുക്കൊരു ഐഡൻറ്റിറ്റി, ഒരു സംസ്കാരം, നമുക്ക് ആഘോഷങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അമലൊക്കെ കുറഞ്ഞു പോയാൽ വിശ്വാസം നിർബന്ധമല്ലെങ്കിൽ എല്ലാം പോകും. മറ്റ് സമൂഹങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അവരുടെയൊക്കെ ആഘോഷങ്ങൾ അതൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് നമ്മളതിൻ്റെ ആളുകളായി തീർന്നാൽ നമ്മുടെ മതവിശ്വാസമാണ്, അല്ലെങ്കിൽ ഈമാനം നഷ്ടപ്പെട്ടു പോവുക. ഞാൻ ദീർഘിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ബോധവാന്മാരാണ്. നാം നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ, അവരുടെ കാര്യത്തിലൊക്കെ ജാഗ്രത ഉണ്ടാകുക. അല്ലെങ്കിൽ അവർ മാത്രമല്ല കുറ്റക്കാരാവുക, നാം പ്രതിക്കുട്ടിലാവുന്ന ബോധം കൂടി നമുക്കുണ്ടാവുക. മഹാനായ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.